ഞങ്ങൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് മലയൻകീഴ് കരിപ്പൂര് കുഞ്ചു വീട്ടിൽ ഫാമിലി റെസ്റ്റോറന്റ് ആണ്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്തൊരു റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾ 2 കട്ടൻ ചായ കുടിക്കാനായിട്ടാണ് ഈ കട കണ്ട് വഴിയിൽ ഇറങ്ങിയത്. 2 കട്ടൻ ചായ കുടിച്ച് കാശ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കട്ടൻ ചായക്ക് ഇവിടെ പൈസ ഇല്ല. അപ്പോൾ അത് വളരെ വിചിത്രമായി തോന്നി. ഒരു നേരത്തെ ആഹാരം, ഒരു ഗ്ലാസ് വെള്ളത്തിനും ഒക്കെ വളരെ മൂല്യമുള്ളൊരു കാലത്ത് വളരെ കരുതലും സ്നേഹവും ഒക്കെ കൂടി വരേണ്ട ഒരു സമയത്ത് അതൊക്കെ ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നു എന്ന് സംശയം നമുക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും അത് പറയാതിരിക്കാൻ വയ്യ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓണറോട് ചോദിക്കാം. നമ്മൾ ദാഹിക്കുന്നവരൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാമെന്നുള്ള പ്രോജക്റ്റാണ്. ഏത് ടൈം വന്നാലും ഫ്രീ ആണ്. കട്ടൻ ചായ, കട്ടൻ്റെ എല്ലാ ഐറ്റവും ഫ്രീ ആണ്. ഏത് സമയത്ത് വന്നാലും ഫ്രീ ആയിട്ടാണ്. ഈ റേറ്റിങ്ങിനെ കുറച്ച് മിതമാവുമ്പോഴേ നമുക്ക് സംശയം തോന്നും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ? ക്വാളിറ്റി ക്വാളിറ്റി നമ്മളെ ബെറ്റർ ആണ്, ക്വാണ്ടിറ്റിയും ബെറ്റർ ആണ്. പിന്നെ എവിടെയൊക്കെയാണ് ബാക്കി ഇതിന്റെ ഫ്രാഞ്ചൈസീസ് ഉണ്ടെന്ന് പറഞ്ഞു? നമുക്ക് ഇവിടെ ഉണ്ട്, കൊല്ലത്തുണ്ട്, കൊട്ടിയത്തുണ്ട്, നമ്മുടെ തമ്പാനൂർ ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട്, ആലപ്പുഴ ഒരു ഒന്നുണ്ട്. ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ബിസിനസ്സിൽ വരാൻ സാഹചര്യം ഒന്നുമില്ല, താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. ഈ ഹോട്ടൽ ബിസിനസ്സിലോട് വരുന്നവരോട് പറയാനുള്ള ഉപദേശം എന്താണ്? എന്തായാലും ഓൾറെഡി സക്സസ് ആണെന്ന് മനസ്സിലായി, എന്താണ് പറയാനുള്ളത്? നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആൾ വരും, നമ്മൾ ബെറ്റർ ആണ്, മെച്ചമായിട്ട് പോകും. ഇവിടെ ഫ്രീയാണത് ആക്കിയെടുത്തു. പുള്ളിക്ക് അത് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നു, അങ്ങനെ തുടങ്ങി. പഴയ ഹോസ്പിറ്റൽസ് അവിടെ കെട്ടാൻ ഫ്രീ തന്നെ, ഇവിടെ അഥവാ ഇത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഫ്രീ ആക്കി. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ? അങ്ങനെ കിട്ടുമ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് വരുമ്പോൾ വെള്ളം കിട്ടുന്നവരൊക്കെ സന്തോഷമാണ്. അതിനെങ്കിലും മെയിനായിട്ടുള്ള കാര്യം.